നമസ്കാരം, എല്ലാവർക്കും വേ ടു പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് മലയാളത്തിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഞാൻ ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, മലയാളം നമ്മൾ പഠിക്കുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ച് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന്. അതാണ് മലയാളം പഠിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം. അപ്പം നമുക്കിന്ന് മലയാളത്തിലെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ തൊഴിലിൻ്റെ മഹത്വം വ്യക്തമാക്കുന്ന പഴഞ്ചൊല്ല് ഏതാണ്? അതാണ് ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണണം എന്നത്. ഇത് തൊഴിലിൻ്റെ മഹത്വം വ്യക്തമാക്കുന്ന പഴഞ്ചൊല്ലാണ്. ഓപ്ഷൻ സി. അടുത്തത് ശരിയായ വാക്യം കണ്ടെത്തുക എന്ന ചോദ്യമാണ്. ഇതിൽ ശരിയായ വാക്യം ഈ ആദ്യത്തേതാണ്, അതായത് ഓപ്ഷൻ എ 1. ഇക്കാലത്ത് വിദ്യാഭ്യാസത്തിന് വളരെ അഭിവൃദ്ധിയുണ്ട്, എന്നാൽ മതവിശ്വാസത്തിന് അത്രയും കുറവുണ്ട്. അടുത്ത ചോദ്യം, അലിംഗ ബഹുവചനം അല്ലാത്തത് ഏതാണ്? ഇതിൽ അലിംഗ ബഹുവചനം അല്ലാത്തത് നിലങ്ങൾ എന്നതാണ്. 1000 പ്ലസ് ആണ്ട് ചേർത്തെഴുതിയാൽ എന്താണ്? അതാണ് ആയിരത്താണ്ട്. 1000 പ്ലസ് ആണ്ട് ആയിരത്താണ്ട്. മേഘം എന്ന പദത്തിൻ്റെ പര്യായ പദം അല്ലാത്തത് ഏതാണ്? അപ്പം മേഘത്തിൻ്റെ പര്യായ പദം അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ കാഞ്ചി എന്നത് മേഘത്തിൻ്റെ പര്യായ പദമല്ല. ചുവടെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പദം ഏതാണ്? ഇതിൽ തെറ്റായത് ചുവപ്പ് എന്ന പദമാണ്. ബാക്കിയുള്ളവയെല്ലാം ശരിയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ രണ്ടു കക്ഷിയിലും ചേരുന്നവൻ എന്ന അർത്ഥം വരുന്ന ശൈലി ഏതാണ്? അതാണ് കായംകുളം വാൾ. രണ്ട് കക്ഷിയിലും ചേരുന്നവനാണ് കായംകുളം വാൾ. അടുത്തത് 800 എന്ന പദം പിരിച്ചെഴുതിയാൽ. അപ്പോൾ 800 എന്ന പദം പിരിച്ചെഴുതിയാൽ n പ്ലസ് 100 ആണ് 800. ഇത് ആദേശസന്ധിക്ക് ഉദാഹരണമാണ്. ദുഷ്കരം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? ഇതാണ് സുകരം. ദുഷ്കരത്തിൻ്റെ വിപരീത പദം സുകരം. അടുത്ത ചോദ്യം, ദേ ഹാവ് ബീൻ ബിൽഡിംഗ് ദ ന്യൂ ബ്രിഡ്ജ് സിൻസ് 2021 എന്ന വാക്യത്തിൻ്റെ ശരിയായ പരിഭാഷ ഏതാണ്? അതാണ് അവർ 2021 തുടങ്ങിയ പുതിയ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോഴും തുടരുന്നു. ഇതാണ് ഇതിൽ ശരിയായത്. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഇതിൽ ശരിയായത് വിദ്യുത് ശക്തി എന്നതാണ്. ഓപ്ഷൻ ബി. ഇത് സ്ഥിരമായി ചോദിക്കുന്നതാണ്, ശരിയായ പദത്തിൽ ഈ വിദ്യുത് ശക്തി എന്നത്. അടുത്ത ചോദ്യം, ശരിയായ വാക്യം കണ്ടെത്തുക. ഇതിൽ ശരിയായത് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 100 ചതുരശ്ര മീറ്റർ വിസ്തീർണമായ ഭൂമി. ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യത്തിൻ്റെ ശരിയായ പരിഭാഷ ഏതാണ്? എനിക്ക് തലവേദനയുണ്ട്. ഇത് ഓപ്ഷൻ ഡി ആണ്. ഐ ആം സഫറിങ് ഫ്രം ഹെഡേക്ക്. അടുത്തത് അറിയാനുള്ള ആഗ്രഹം. ഒറ്റപ്പദം ഏതാണ്? അത് ജിജ്ഞാസ. ഓപ്ഷൻ എ. അറിയാനുള്ള ആഗ്രഹമാണ് ജിജ്ഞാസ. പക്ഷിക്കൂട് എന്ന പദത്തിൻ്റെ പര്യായം ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. ഇത് നീഢമാണ്. പക്ഷിക്കൂടിൻ്റെ പര്യായ പദമാണ് നീഢം. ചേർത്തെഴുതുക. വാക് പ്ലസ് വാദം. അത് വാഗ്വാദമാണ്. ഓപ്ഷൻ സി. അമരം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? അതാണ് അണിയം. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ നിന്ന് പഴഞ്ചൊല്ല് കണ്ടെത്തുക. ഇവിടെ 4 തന്നിട്ടുണ്ട്. ഇതിൽ പഴഞ്ചൊല്ല് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അധികമായാൽ അമൃതും വിഷം. ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. താവഴി എങ്ങനെയാണ് നമ്മൾ എഴുതുക? തായ് പ്ലസ് വഴി. ഓപ്ഷൻ സി. പെങ്ങൾ എന്ന വാക്ക് ഏത് വചനമാണെന്ന് കണ്ടെത്തുക. അത് ഏകവചനമാണ്. പെങ്ങൾ എന്നത് ഏകവചനം. അടിയിൽ വരച്ചിരിക്കുന്ന ശൈലിയുടെ ശരിയായ അർത്ഥം തിരഞ്ഞെടുക്കുക. അകത്തമ്മ ചമഞ്ഞു നടക്കുന്നവരുടെ അവസ്ഥ പലപ്പോഴും അബദ്ധമായിരിക്കും. ഇതിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അകത്തമ്മ ചമഞ്ഞു എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥമാണ്. ഇത് വലിയ മേന്മ നടിക്കുക എന്നതാണ് ഇതിൻ്റെ ഉത്തരം. അടിയിൽ വരച്ചിരിക്കുന്ന വാക്യങ്ങളുടെ ഒറ്റപ്പദം തിരഞ്ഞെടുത്ത് എഴുതുക. രാമൻ്റെ അടുത്ത് തിരിച്ചെത്തിയ ഹനുമാൻ വളരെയധികം സംസാരിക്കുന്നവനായി കാണപ്പെട്ടു. ഇതിൽ വളരെയധികം സംസാരിക്കുന്നവനായി എന്നതിൻ്റെ ഒറ്റപ്പദമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അതാണ് അതിവാചാലൻ. ബ്രാക്കറ്റിൽ നിന്നും ശരിയായ വാക്ക് തിരഞ്ഞെടുത്ത് എഴുതുക. ഇതിൽ ശരിയായ വാക്കെന്ന് പറയുന്നത് ഓപ്ഷൻ ബി അന്തസ്. ഇവിടെ അവസാനം സാ 2 വേണം. അന്തസ്. അടിയിൽ വരച്ചിരിക്കുന്ന പദത്തിൻ്റെ വിപരീത പദം എഴുതുക.
അനശ്വരതയെക്കുറിച്ചുള്ള ചിന്തകളാണ് മനുഷ്യനെ ആത്മീയതയിലേക്ക് നയിക്കുന്നത്. ഇതിന് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് നശ്വരമാണ്. ഓപ്ഷൻ ബി. നദിയുടെ പര്യായമല്ലാത്ത പദം ഏതാണ്? ഇതിൽ നദിയുടെ പര്യായമല്ലാത്തത് ഓപ്ഷൻ ഡി പയോദമാണ്. വാക് പ്ലസ് മയം ചേർത്തെഴുതുക, അതാണ് വാങ്മയം. വാക് പ്ലസ് മയം വാങ്മയം. പലവുരു പിരിച്ചെഴുതുക, പല പ്ലസ് ഉരു ആണ് പലവുരു. സംസ്കൃതത്തിലുള്ളതും മലയാളത്തിലില്ലാത്തതുമായ വചനരൂപം ഏതാണ്? അതാണ് ദ്വിവചനം. ബാക്കി 3 എണ്ണം, അതായത് ഏകവചനം, ബഹുവചനം, പൂജക ബഹുവചനം, ഇവയെല്ലാം മലയാളത്തിലുള്ളതാണ്. മലാല യൂസുഫ്സായിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? അത് PV ആൽബി ആണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതാണ്? ഇതിൽ ശരിയായത് ഓപ്ഷൻ ഡി ആണ്. 40-ലധികം വണ്ടികൾ ഈ റൂട്ടിൽ ഓടുന്നു. ഇവയാണ് ശരിയായത്. വിപരീത പദം എഴുതുക. വിയോഗം. വിയോഗത്തിൻ്റെ വിപരീത പദമാണ് സംയോഗം. ചുവടെ തന്നിരിക്കുന്നവയിൽ വിഹഗം എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഇതാണ് പക്ഷി. ചേർത്തെഴുതുക. ദു പ്ലസ് ജനം, ദുർജനം. ശരിയായ ജോഡി ഏതാണ്? ഇതിൽ ശരിയായത് ഓപ്ഷൻ ബി ആണ്. മഞ്ഞ്, നീഹാരം, തുഷാരം. എതിർലിംഗം എഴുതുക. ഭൃത്യ, ഭൃത്യൻ. ദിഗ്വിജയം എന്ന പദത്തിനോട് യോജിക്കുന്നത് എഴുതുക. ഇതിൽ ദിക്കുകളെ ജയിക്കൽ എന്നതാണ് ഇതിന് ശരിയായത്. പിരിച്ചെഴുതുക. അവൻ. അവൻ എങ്ങനെയാണ് പിരിച്ചെഴുതുക? ആ പ്ലസ് അൻ ആണ് അവൻ. ശരിയായ പദം എഴുതുക. ഇതിൽ ശരിയായത് ആഖ്യാനം, ഓപ്ഷൻ എ ആണ്. കാലങ്ങൾക്കനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ല് ഏതാണ്? നാടോടുമ്പോൾ നടുവേ ഓടണം, അതായത് കാലങ്ങൾക്കനുസരിച്ച് ജീവിക്കണം. അടുത്ത ഒരു പരിഭാഷപ്പെടുത്തേണ്ടതാണ്. എവരി പോട്ടർ പ്രൈസസ് ഹിസ് ഓൺ പോട്ട്. കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ. അപ്പോൾ നമ്മളൊരു 3-4 ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നിച്ചെടുത്തിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.